കൂട്ടുകാരെ, ഷിജു ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി, കഴിഞ്ഞ ദിവസം അറിയാമല്ലോ ഞങ്ങൾ വൈക്കൊക്കെ പോയ ഒരു കറക്കം. അപ്പം ഇന്ന് ഞങ്ങൾ പത്തനംതിട്ടക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾ 4 പേരേ ഉള്ളു. അപ്പം ഞങ്ങൾ ഇപ്പോൾ 6:30 മണിയായി രാവിലെ. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം പോണ വഴിയുള്ള കാഴ്ചകളും അവിടെ ചെല്ലുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. അപ്പം നമുക്ക് പോയേക്കാം. എല്ലാരും പോരും, നമുക്ക് ഒന്നിച്ച് പോയേക്കാം. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയിലെത്തി. ബസ്സിനാണ് പോണത് ഞങ്ങൾ എല്ലാവരും കൂടി. അപ്പോൾ അങ്ങനെ ആലപ്പുഴ സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ്. കാരണം ഇവിടെ പാലം പണി നടക്കണ കാരണം സ്റ്റാൻഡ് വരെ മുഹമ്മേന്നുള്ള ബസ് വരത്തില്ലായിരുന്നു. ഈ യാത്ര ഞങ്ങൾക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ട്. അങ്ങനെ അവരങ്ങോട്ട് പോയി എന്നിട്ട് കണ്ട വള്ളവും ഇതൊക്കെ നമ്മുടെ ആലപ്പുഴ കാണാൻ നല്ലൊരു ഭംഗി തന്നെ അല്ലേ. അങ്ങനെ വള്ളമൊക്കെ കണ്ടതേ അവർ 3 പേരും കൂടി ഇവിടെ നിന്ന്. കാരണം ബസ് ബുക്ക് ചെയ്തിരിക്കുന്നത് 8:15 ബസ് വരുന്നത്, നമ്മുടെ പത്തനംതിട്ടയിലേക്കുള്ള സൂപ്പർ ഫാസ്റ്റ്. അതുവരെ ബോട്ടേ കയറാൻ പോവുകയാണോ? ആലപ്പുഴ ഭംഗിയല്ലേ, ആലപ്പുഴ പൊളിയാ. അങ്ങനെ നടന്ന് ഞങ്ങൾ ആലപ്പുഴ സ്റ്റാൻഡിലെത്തി. ഞങ്ങൾ ആലപ്പുഴയിലെത്തിയിട്ട് ആലപ്പുഴയിൽ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് വരാൻ നിൽക്കുകയാണ്. അങ്ങനെ ബസ് വന്ന്, അങ്ങനെ ബസ് അതെ ഞങ്ങൾ ഫ്രണ്ടിലും ഇരുന്ന് അണ്ണപ്പനും അച്ചുകുട്ടിയും ബാക്കിലും ഇരുന്ന്. അങ്ങനെ നല്ലൊരു രസമാണ് കേട്ടോ ബസ്സിലുള്ള ആ യാത്ര. അങ്ങനെ ചമ്പക്കുളം വഴിയാണ് പോകുന്നത്. അന്നേരം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഞങ്ങളുമായിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ ആ ചേച്ചിയായിട്ടൊക്കെ പരിചയപ്പെട്ട് നല്ലൊരു ഇതാണ്. അങ്ങനെയാണ് ഞങ്ങൾ പത്തനംതിട്ട സ്റ്റാൻഡിൽ ഇറങ്ങി. ഇനി ഇവിടെ നിന്നും അടുത്ത ബസ് കയറണം. എന്നാൽ അതിന് മുമ്പ് ഭക്ഷണമൊക്കെ കഴിച്ചും അടുത്ത ബസ് കയറാമെന്ന് വെച്ച്. 1:30ക്കാണ് എക്സാം. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. അടിപൊളിയാണ് കേട്ടോ ഈ സ്കൂൾ. കഴിഞ്ഞേ കട്ട വെയിറ്റിംഗ് ആയല്ലേ ഇനി. കൂട്ടുകാരെ, അങ്ങനെ നല്ലൊരു ഭംഗിയുള്ള ഒരു സ്കൂളാണ് കേട്ടോ ഇവിടെ. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ തന്നെ. കൂട്ടുകാരെ, അങ്ങനെ ഒന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ നമ്മള് കണ്ണപ്പൻ അങ്ങനെ എക്സാമിന് പോയിരിക്കുകയാണ്. കണ്ണപ്പൻ കൂട്ടുകാരനായിട്ട് പോകാനിരുന്നതാണ്. പക്ഷെ ഞങ്ങള് നിർബന്ധിച്ചാണ് ഞങ്ങൾ കൂട്ടത്തിൽ പോകുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഒന്ന് കറങ്ങണം. ഇവിടെ ആനത്താവളം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞുള്ള ഒരു പ്രതീക്ഷയിലാണ്. അപ്പം ഇനി എക്സാം കഴിയുമ്പോൾ വല്ല മഴക്കാറാണെങ്കിൽ പണി പാളി വേഗം കയറിപ്പോകും. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ കൂടി കയറിപ്പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളെല്ലാവരും വരേണ്ട കാര്യമില്ല. കൂട്ടുകാരനുമായിട്ട് പോരാന്നും പറഞ്ഞൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ വേറെ ഇവിടെ വന്നപ്പോൾ ഒത്തിരി നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി സബ്സ്ക്രൈബർമാരുമായിട്ടൊക്കെ പരിചയപ്പെടാൻ സാധിച്ച്. ഇവിടെ ഈ സ്കൂളിൽ തന്നെയാണെങ്കിൽ സ്കൂളിൽ ഒരു ആൻറ്റി ആയിട്ടൊക്കെ പരിചയപ്പെട്ടു. അതെ, ഒത്തിരി പേര് അങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷം. അങ്ങനെ ഇനിയും ഞങ്ങൾ എവിടെയൊക്കെ പോകണം അവിടെയൊക്കെ വെച്ച് നമ്മുടെ സബ്സ്ക്രൈബർമാരെ എല്ലാവരെയും പരിചയപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ബസ് നോക്കി നിൽക്കുകയാണ്. പിന്നെ നമ്മൾ വന്ന സ്ഥലം ഇതുവരെ പറഞ്ഞില്ല കൂട്ടുകാരോട്. പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ കോന്നിയിലാണ് വന്നതല്ലേ. കോന്നി വന്നേച്ച് അവിടെ ഒരു സ്കൂള്, ഒരു SNDPയുടെ ഒരു സ്കൂളിലാണ് വന്നത്. നമ്മുടെ റംബുട്ടാനൊക്കെ ഒത്തിരി ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. നമ്മുടെ കണ്ണപ്പൻ പറഞ്ഞ് ഇവിടെ ആനേനെയൊക്കെ ഒത്തിരി കാണാൻ സാധിക്കുള്ളൂ. അപ്പം അങ്ങനെ അതൊക്കെ മുമ്പായിട്ടൊരു കടയിൽ വന്നത് ഒരു സർവത്തൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് വേണം അങ്ങോട്ട് കയറാൻ. ഒന്നീ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇക്കോ ടൂറിസത്തിൽ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഞങ്ങളിതേ എല്ലാവരും കൂടി അങ്ങോട്ട് ആനേനെ കാണാനുള്ള മോഹവുമായിട്ട് വന്ന്. അപ്പം അതെ, അപ്പം തന്നെ അതെ അവിടെ ഒരാൾ ഊഞ്ഞാലാടുന്നുണ്ട്. പിന്നെ അതുകൂടാതെ പിള്ളേർക്ക് കളിക്കാനായിട്ടൊക്കെ ഒത്തിരി ഇങ്ങനെ പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതെ അവരെല്ലാവരും ആനേനെ കാണാനായിട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണപ്പാ, പിന്നെ ആനയുടെ വറ്റയൊന്നും പോകരുത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആനയുടെ വറ്റ വരെ എത്തി. അപ്പം ഒത്തിരി ദൂരെ നിന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. കാരണം ഇത്തിരി പേടിയാണ്.
പോണ്ടേ? അടുത്തായിട്ട് പോണ്ടേ? പേടിയണ്ട. ആ അങ്ങനെ ഞങ്ങൾ അവിടെ ആനേനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ 3D തിയേറ്ററിലേക്ക് സ്വാഗതം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നറിയില്ല. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ആനേനെ നമുക്കൊരു 3-4 ആന ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അവിടെ 4 ആന മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഭംഗിയുള്ള ഒരു അല്ലേ, നമ്മുടെ ഒരു നല്ലൊരു കൊട്ടാരം പോലെ തന്നെയാണ്. കാറ്റ് കൊള്ളാനായിട്ടിരുന്നല്ലേ? ആഹാ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ മ്യൂസിയത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിറങ്ങിയോ? ഞാൻ പേടിച്ച് പിടിച്ചില്ല. ശരണ്യ, ഇഷ്ടപ്പെട്ട? നല്ല രസമുണ്ട്. എന്തി ശരണ്യക്ക് ഇവിടെ എല്ലാം വഴിയറിയാവുന്ന പോലെ നല്ല ബാന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ആനയുടെ അസ്ഥി കൂടാണ്. പേര് പറഞ്ഞില്ല. അപ്പൊ ഇവിടെ വന്നപ്പോഴും പരിചയക്കാരായി. ആനയുടെ അസ്ഥികൂടം ഞങ്ങൾ ആദ്യമായാണ് കാണുന്നത്. മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ദേ അതിനേലും നല്ലൊരു ഭംഗിയുള്ള സ്ഥലം. ആഹാ, അടിപൊളി. ഇവിടെ വന്നപ്പോഴാണ് അച്ചുകുട്ടിക്കൊന്ന് ഊഞ്ഞാലാടണമെന്ന്. എന്നാൽ ചിറ്റ പറഞ്ഞു, എന്നാൽ പിന്നെന്താ ചിറ്റ ആട്ടിത്തരാന്ന്. ആട്ടുമ്പോൾ ചിറ്റ മാറിക്കൊടുത്തേക്കണേ, അല്ലെങ്കിൽ ചിറ്റേനെയും കൊണ്ട് അച്ചുകുട്ടി പോകും. ഇല്ല ഇല്ല ഇല്ല, പൊട്ടിയൊന്നുമില്ല. ആടിക്കോ. നമ്മുടെ ഇവിടെയൊക്കെ ഓണത്തിനാണല്ലോ ഊഞ്ഞാല് കെട്ടണത്. ആ, ഇപ്പൊ കെട്ടാറില്ല. ഈ വർഷമെങ്കിലും നമുക്ക് ഊഞ്ഞാല് കെട്ടണം അല്ലേ ഓണത്തിന്? ആട്ടിക്കൊടുക്ക. എന്നാ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആങ്ങളേനെ വെച്ച് പെങ്ങള് ഊഞ്ഞാലാട്ടാൻ തുടങ്ങി. ഓ, അടിപൊളി. അപ്പോൾ കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങളിവിടെ കോന്നിന്ന് ആലപ്പുഴയിട്ട് പോവുക. കണ്ണൻ ഇങ്ങനെ ഒരു എക്സാം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് കറങ്ങാൻ പറ്റി ആ കൂടെ. അപ്പോൾ ഇത്ര വെള്ളം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പൊ അടുത്ത വീഡിയോക്ക് വരുന്നവരെ ബൈ.